നമഃശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശോഷണം ഭവസിന്ധോശ്ച പ്രാപണം സാരസമ്പദ യസ്യ പാദോദകം സമ്യക് തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം അധ്യായം 2 സാഖ്യയോഗത്തിൻ്റെ 25 ശ്ലോകം വരെയാണ് ശ്രദ്ധിച്ചത്. കുറച്ച് ദിവസങ്ങളായി ജീവാത്മാവിൻ്റെ സവിശേഷതകൾ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഭഗവാനെയാണ് നാം കാണുന്നത്. അത് ശ്രദ്ധിക്കുന്ന അർജുനെയും ജീവാത്മാവിൻ്റെ വളരെ ഗുണഗണങ്ങൾ നാം കേട്ട് കഴിഞ്ഞു. അത് കപിലമുനിയുടെ സാഖ്യദർശനത്തിൻ്റെ ഉദാഹരണങ്ങളൊക്കെ എടുത്ത് ശ്രുതികളൊക്കെ എടുത്ത് നാം വിശദീകരിച്ചു. മനസ്സെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് അർജുനനോട് ഭഗവാൻ പറയുന്നത് ശ്രദ്ധിക്കും. ശ്ലോകം 26. അധ ചൈനം നിത്യജാതം നിത്യം വാം മന്യസേ അമൃതം തഥാപി ത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ, ഏ അർജുന, നീ ഈ ആത്മാക്കളെ സദാ ജനിച്ചുകൊണ്ടിരിക്കുന്നവനും മരിക്കുന്നവരുമാണെന്ന് കരുതുന്നുവെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിലും ഇവരുടെ മരണത്തിൽ നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം മരിച്ചവർ വീണ്ടും ജനിക്കുമല്ലോ എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത്. ജീവാത്മാവിൻ്റെ സവിശേഷതകളെല്ലാം പറഞ്ഞു കൊടുത്ത് അതിനുശേഷം പറയുന്നതാണ്, നീ ഈ ആത്മാക്കളെ സദാ ജനിച്ചുകൊണ്ടിരിക്കുന്നവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരും ആണെന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിലും മരണത്തിൽ നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. ആത്മാവ് വീണ്ടും ജനിക്കുന്നുണ്ടല്ലോ എന്നാണ് ഭഗവാൻ പറയുന്നത്. വേദാദി ശാസ്ത്രങ്ങളനുസരിച്ച് ജീവാത്മാവ് യഥാർത്ഥത്തിൽ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അജരനും അവിനാശിയും അജന്മാവുമാണ് അത്. ഇവിടെ ശ്രീകൃഷ്ണൻ മറ്റൊരു തരത്തിൽ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇനി ജനന മരണങ്ങൾ ഉണ്ടെന്ന് കരുതിയാലും ദുഃഖിക്കേണ്ട. കാരണം മരിച്ചാൽ അവർക്ക് പൊതുശരീരം ലഭിച്ച് വീണ്ടും ജനിക്കാൻ കഴിയുമല്ലോ. അതിനാൽ ആ തരത്തിൽ നോക്കിയാലും നീ ദുഃഖിക്കേണ്ടതില്ലെന്ന് ഉറപ്പിച്ച് പറയുകയാണ് ശ്രീകൃഷ്ണൻ. അർജുനന് മനസ്സിനെ ബലം കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ. നമ്മുടെ ഭഗവാൻ ഇത്രയും സവിശേഷതകൾ പറഞ്ഞതിന് ശേഷവും അർജുനൻ്റെ ആ ചിന്തകൾ മാറാഞ്ഞപ്പോഴാണ് ഈ രീതിയിൽ ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നത്. അവർക്ക് വീണ്ടും മരിച്ചാൽ അവർക്ക് വീണ്ടും ജനിക്കുമല്ലോ, അതുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമില്ലല്ലോ അർജുന എന്ന് പറയുന്നു. ജനിമരണങ്ങളുടെ കളി തന്നെയാണ് നടക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, അർജുനൻ യുദ്ധമുഖത്താണ്, നാം നമ്മുടെ ജീവിതത്തിലാണ്. ആര് മരിച്ചാലും നാം ദുഃഖിക്കേണ്ട കാര്യമില്ല. അവർക്ക് വീണ്ടും ജനനമുണ്ടല്ലോ, അവരുടെ ആത്മാവ് വീണ്ടും ജനിക്കുമല്ലോ. ജ്ഞാനപ്പാനയിൽ പറഞ്ഞ് കേട്ടിട്ടില്ലേ, നരൻ ചത്ത് നരിയായി പിറക്കുന്നു, നാല് ചത്തുടൻ ഓരിയായി ഇടുന്നു, അജം ചത്ത് ഗജമായി പിറക്കുന്നു. അത് വേറെ രീതിയിൽ പൂന്താനം പറഞ്ഞു. എന്തായാലും ആത്മാവിന് വീണ്ടും ജനനമുണ്ട്. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നല്ലൊരു ശുഭ സുദിനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.